വർഷത്തെ ഫലം അതാണ് വിഷുക്കണിയായിട്ട് മലയാളികളെല്ലാം കാണും. അതിൽ നല്ലതും ചീത്തയും കയ്പും മധുരവും സന്തോഷവും പ്രസരിപ്പും പുത്തൻ പണവും അതിനോടൊപ്പം തന്നെ പഴയ നമ്മുടെ കുടുംബത്തിൽ വന്നിട്ടുള്ള നമുക്ക് കിട്ടിയ സമൃദ്ധിയും ഇതെല്ലാം ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് ഒരുക്കുന്നതാണ് വിഷുക്കണി. അതിൽ വിഷുക്കണിയിൽ കണിക്കൊന്ന എന്ന് പറയുന്നത് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് അതൊരു പ്രതീകമായിട്ട് വിഷുക്കണിയിൽ എപ്പോഴും കണിക്കൊന്നയുണ്ടാവും. പൊൻവെള്ളരി സമൃദ്ധിയും അതിൽ തേങ്ങയും പരിപ്പും അതിനോടൊപ്പം തന്നെ പഴങ്ങളും കായും എല്ലാം നമ്മൾ ഒരുമിച്ച് കാണുമ്പോൾ ഇനി വരുന്ന ഒരു വർഷത്തിൽ എല്ലാ ദിവസവും അത് ഉണ്ടാകും. അതിൻ്റെ പുറകിലുള്ള കണ്ണാടി അതിനെ ഇരട്ടിക്കും. അങ്ങനെ സമൃദ്ധി ഇരട്ടിയായി വരട്ടെ എന്നുള്ളതും പിന്നെ എല്ലാ നന്മകളും വരാൻ വേണ്ടി വിഷുവിന് പടക്കം പൊട്ടിക്കലും കോടി ഉടുക്കലും അങ്ങനെയുള്ള എല്ലാ ഒരു കാര്യങ്ങളും കുടുംബത്തിൽ മൂത്തവർ കണ്ണ് പൊത്തിക്കൊണ്ടുവന്ന് നല്ലൊരു കണി കാണിക്കുക, ആ കണിയുടെ ആ സൗന്ദര്യം ആസ്വദിക്കുക. ഇനി വരുന്ന വർഷം ഇങ്ങനെ നല്ലതാവട്ടെ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിന്ന് നിങ്ങൾ ഓരോരുത്തർക്കും ആ സമൃദ്ധിയും ആ സന്തോഷവും ആ നിറഞ്ഞു നിൽക്കുന്ന ആ പുഞ്ചിരിയും എല്ലാം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവട്ടെ. അത് ഇരട്ടിയാവട്ടെ, ഇരട്ടിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു വിഷു ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഹാപ്പി വിഷു. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ, ഈണം കിളിതൻ നീളം നീയും കേൾക്കുന്നുണ്ടോ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു.